ഇന്ന് മക്കൾക്ക് സ്കൂളിൽ പോകണ്ട കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ചധികം കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് എണീറ്റത്. പിന്നെ പതിവ് പോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു കോഫി ഉണ്ടാക്കി കുടിച്ച്. ഇടയ്ക്കൊക്കെ ചായ, ഇടയ്ക്കൊക്കെ കോഫി, ചിലപ്പോൾ അതൊന്നും കാണൂല, തോന്നണ പോലെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ജനലൊക്കെ തുറന്ന് കുറച്ച് നേരം അങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് കുടിച്ചുകൊണ്ട് വന്നപ്പോൾ റൈഹു എണീറ്റ് വന്നേട്ടാ. പിന്നെ അവൾക്ക് നല്ല തലവേദനയാണ്, തല മസാജ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധപ്പെടുത്തിയതായ മസാജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് എൻ്റെ തലയിൽ മസാജ് ചെയ്യണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ച് കളിച്ചിട്ടൊക്കെ ഇരുന്നേട്ടാ. പിന്നെ എന്ത് പറയാനാ, സ്കൂളിൽ പോകുന്ന ദിവസം അങ്ങനെ വെപ്രാളപ്പെട്ട് പോകും, പോകണ്ടാത്ത ദിവസമല്ലേ ഇങ്ങനെ നമ്മൾ കളിക്കുള്ളൂ. ലേറ്റ് ആയതുകൊണ്ട് എണീച്ചുകൊണ്ട് തന്നെ പിന്നെ വിചാരിച്ച് കാപ്പിയും കറിയൊക്കെ ഉണ്ടാക്കി നേരം കളയണ്ട, നേരെ ഗോതമ്പ് പൊടിയെടുത്ത് കുറച്ചൊരു നുള്ളി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ദോശ ബാറ്റർ ഉണ്ടാക്കി കേട്ടാ. ഈ സാധാ ഗോതമ്പ് ദോശ ഇവിടെ ആരും കഴിക്കാറില്ല. ഇതുപോലെ കുറച്ച് മധുരമായിട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും കഴിക്കും, ഞാനും കഴിക്കും. പിന്നെ ഇക്കാക്ക് എന്തിൻ്റെ കൂടെയും കറി തന്നെ വേണം, അതുകൊണ്ട് മധുരമൊന്നും പറ്റത്തില്ല. പിന്നെ എന്നാലും ഇടയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പരത്തി നമ്മളിങ്ങനെ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ശർക്കര, കുറച്ച് തേങ്ങയും വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ മടക്കി എടുക്കണം കേട്ടോ. ഈ ഒരു വിധി തന്നെയാണ് നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കുമ്പോഴേ, ഇലയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കണം. ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു.